CPIMുമായി അകന്നു നിൽക്കുന്നതിനിടെ കൊട്ടാരക്കര മുൻ MLA ആയിഷ പോറ്റി കോൺഗ്രസ് വേദിയിലെത്തുകയാണ്. കൊട്ടാരക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നാളെ സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിലാണ് ആയിഷ പോറ്റി പങ്കെടുക്കുന്നത്. അതേസമയം ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ രാഷ്ട്രീയം പറയാനല്ല പോകുന്നതെന്ന് ആയിഷ പോറ്റി പ്രതികരിച്ചു. കോൺഗ്രസിൽ ചേരാൻ തന്നെ ആരും സമീപിച്ചിട്ടില്ല എന്നും എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നും ആയിഷ പോറ്റി പറഞ്ഞു. ഇല്ല. അതൊക്കെ നിങ്ങളെല്ലാം പറയുന്ന കാര്യമാണ്. എന്നോടങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, എന്നോടാരും ചോദിച്ചിട്ടുമില്ല. എല്ലാ ജനങ്ങളോടും വളരെ സ്നേഹമായിട്ടും ഒരിക്കലും ഒരു ദേഷ്യപ്പെടാതെ ഞാൻ കണ്ടിട്ടുള്ള സത്യം പറയുന്നതിന് എന്താ വിഷമമുള്ളത്? അത് അങ്ങനെ ഒരാളെ പറ്റി അനുസ്മരണത്തിന് വിളിക്കുമ്പോൾ പോകണ്ടെന്ന് വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അല്ലല്ലോ, ഒരു പ്രമുഖനായിരുന്ന ഒരാളിൻ്റെ അനുസ്മരണമല്ലേ. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ നമുക്കൊപ്പം ചേരുകയാണ്. ഷമീർ, അപ്പോൾ ആയിഷ പോറ്റി പറയുന്നത് പോലെ ഇത് വിവാദമാക്കേണ്ടതില്ല, ഉമ്മൻചാണ്ടിയെ പോലെ പ്രമുഖനായിരുന്ന ഒരാളുടെ അനുസ്മരണം മാത്രമാണ്, CPIMുമായി താൻ അകന്നു നിൽക്കുന്നതിന് ഇതിന് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ആയിഷ പോറ്റി, അല്ലേ? തീർച്ചയായിട്ടും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ സൗണ്ട് ബൈറ്റിൽ അവർ പറയുന്നുണ്ട്. അതായത് ഒരു വേദിയിലും താൻ കാഴ്ചക്കാരിയായി പോയിരിക്കില്ല, തനിക്ക് പ്രാധാന്യം നൽകുന്ന വേദിയിലേക്ക് താൻ എത്തുമെന്നൊരു വാക്കുകൂടി ആ സൗണ്ട് ബൈറ്റിൽ അവർ പറയുന്നുണ്ട്. അതായത് ഇതിനു മുമ്പ് അവരെ പല വേദികളിലും കാഴ്ചക്കാരായി ഇരുത്തി എന്നൊരു സൂചനയാണ് ആ വാക്കിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു 7 മാസം മുമ്പാണ് ഇത്തരത്തിൽ CPIMന് കത്ത് നൽകുകയും താൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറി നിൽക്കുകയാണെന്നും ഇനി തൻ്റെ ജോലി അഭിഭാഷക വൃത്തിയാണ്, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നൊക്കെ ആയിഷ പോറ്റി, അതായത് കൊട്ടാരക്കരയുടെ മുൻ MLA ആയിഷ പോറ്റി, സീനിയർ നേതാവാണ് ആയിഷ പോറ്റി പറയുകയും ചെയ്തത്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ കൊട്ടാരക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ അവിടെ സഹായ വിതരണം ഉദ്ഘാടനം ചെയ്യാനായി ആയിഷ പോറ്റി, മുൻ MLA ആയിഷ പോറ്റിയുടെ ചിത്രം സഹിതം കോൺഗ്രസ് ഫ്ലെക്സ് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തത്. ഇത് വലിയ രീതിയിൽ വിവാദമായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കോൺഗ്രസിലേക്ക് ആയിഷ പോറ്റി പോകുന്നു തുടങ്ങിയ പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ നടന്നത്. അതിനൊരു പ്രതികരണമായിട്ടാണ് ഇപ്പോൾ ആയിഷ പോറ്റി രംഗത്തെത്തുന്നത്. താൻ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു, പക്ഷേ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു ജനകീയ നേതാവിൻ്റെ അനുസ്മരണ ചടങ്ങിൽ പോകുന്നതിൽ എന്താണ് തെറ്റ്? AKG, EK നയനാർ തുടങ്ങിയ ആളുകളുടെ അനുസ്മരണ ചടങ്ങിൽ എല്ലാ രാഷ്ട്രീയ കക്ഷിയുടെ ആളുകളും പങ്കെടുക്കുന്നില്ലേ തുടങ്ങിയ കാര്യങ്ങൾ അവർ ചോദിക്കുന്നു. അതുപോലെ തന്നെ സാധാരണക്കാരോട് വളരെയധികം കരുണ കാണിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. പിണറായി വിജയൻ പ്രളയ സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ നാട് ഒറ്റക്കെട്ടായി ഇറങ്ങിയില്ല, ഇവിടെയൊക്കെ രാഷ്ട്രീയം കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ പിന്നീട് ചോദിച്ചു, കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ കോൺഗ്രസിന് ആരെങ്കിലും കോൺഗ്രസിൽ ചേരാൻ വേണ്ടി അങ്ങ് സമീപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ സമീപിച്ചിട്ടില്ല, പക്ഷേ ഇങ്ങനെയുള്ള പരിപാടികളിൽ താൻ പങ്കെടുക്കും, ഒരു വേദിയിലും താൻ കാഴ്ചക്കാരായി പോയിരിക്കില്ല, തനിക്ക് അർഹമായ സ്ഥാനം നൽകുന്നിടത്ത് താൻ പങ്കെടുക്കുമെന്നൊരു സൂചന നൽകിക്കൊണ്ടാണ് അവരുടെ സൗണ്ട് ബൈറ്റ് അവസാനിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ വിവാദങ്ങൾക്ക് നിലവിൽ സാധ്യതയില്ല, കാരണം നാളെ ആ പരിപാടി നടക്കുന്നില്ല. CV പത്മരാജൻ്റെ നിര്യാണത്തെ തുടർന്ന് ഈ പരിപാടി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങൾക്കാണ് ആയിഷ പോറ്റി ഇപ്പോൾ ഒരു മറുപടി നൽകിയിരിക്കുന്നത്. ബിനിൽ, ശരി, വ്യക്തമാണ്. ആയിഷ പോറ്റി മറുപടി നൽകുകയാണ്. ഷമീർ പറഞ്ഞ വാചകങ്ങൾ എന്തായാലും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. എനിക്ക് സംസാരിക്കാൻ പ്രാധാന്യം ലഭിക്കുന്ന, അല്ലെങ്കിൽ എനിക്കൊരു റോള് കിട്ടുന്ന വേദിയിൽ ഞാൻ എന്തായാലും എത്തും എന്നുള്ളതാണ്. അപ്പോൾ റോള് കൊടുക്കാത്തത് ആരാണ് എന്നുള്ളത് CPIM സ്വയം ചർച്ച ചെയ്യേണ്ടതാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷമീർ അബ്ദുൾ.